നമസ്കാരം ഏവർക്കും മാ4 മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ HST HSA മലയാളം മാരത്തോണിലേക്ക് സ്വാഗതം. എല്ലാവരും അവസാനഘട്ട ഒരുക്കത്തിലാണെന്നറിയാം. ഇന്നത്തെ മാരത്തോണിൽ പരമാവധി ചോദ്യോത്തരങ്ങൾ അനുബന്ധം ഉൾപ്പെടെ നമുക്ക് ചർച്ച ചെയ്യുക എന്നാണ് വിചാരിക്കുന്നത്. അതിനു മുൻപ് 8 യൂണിറ്റുകളിൽ നിന്നായി 8 ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും മുഴുവൻ ക്ലാസ്സുകൾ നിങ്ങൾ കാണണം. ഒപ്പം തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കാം. കരിഞ്ഞ ജന്തുജാലങ്ങൾ വെണ്ണീർ പാറും മരങ്ങൾ തൻ അസ്ഥി ചിന്നുന്ന കുന്നുകൾ വിയർപ്പും രക്തവും വറ്റി വിണ്ടുകീറിയ ഭൂമിയിൽ വീണ്ടും എന്തിനു വന്നു ഞാൻ. NN കക്കാടിന്റെ ഏത് കവിതയിലെ വരികളാണ് ഇവ? നമുക്ക് ചോദ്യം ഒരിക്കൽ കൂടി നോക്കി പോകണം അല്ലെ? സമയം കുറവാണ്, അതുകൊണ്ട് ഓപ്ഷൻസ് ഒന്നുകൂടെ നോക്കി പോകാം. ശിഖണ്ഡികൾ, സൂര്യഗായത്രി, പകലറുതിക്ക് മുൻപ്, ചെറ്റകളുടെ പാട്ട്. നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? സൂര്യഗായത്രിയാണ് അല്ലെ? സൂര്യഗായത്രിയാണ്. അതായത് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. നിങ്ങൾ ചോദ്യം കൂടെ നോക്കി പോണം. ശരി, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ജാതി ചോദിക്കുക പറയുക എന്നീ കൃതികൾ യഥാക്രമം രചിച്ചവർ ആരൊക്കെ? ജാതി ചോദിക്കുക പറയുക എന്നീ കൃതികൾ യഥാക്രമം രചിച്ചവർ ആരൊക്കെ? ഓപ്ഷൻസ്: നരേന്ദ്രപ്രസാദ്, EP ശ്രീകുമാർ, KP രാമനുണ്ണി, നരേന്ദ്രപ്രസാദ്, KP രാമനുണ്ണി, MP നാരായണപിള്ള, MP നാരായണപിള്ള, നരേന്ദ്രപ്രസാദ് അല്ലെ? അതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. KP രാമനുണ്ണിയും MP നാരായണപിള്ളയുമാണ് ജാതി ചോദിക്കുക പറയുക എന്നീ ക്രമത്തിൽ അത് രചിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ നരേന്ദ്രപ്രസാദിന്റെ ഒരു കൃതി നോക്കാം. ജാതി ചോദിച്ചാൽ എന്ത്? നരേന്ദ്രപ്രസാദിന്റെ ഒരു കൃതിയാണ് ജാതി ചോദിച്ചാൽ എന്ത്. അടുത്ത ചോദ്യം. വെള്ളപ്പൊക്കമാല രചിച്ചതാരെ? MN കാരശ്ശേരി, പുലിക്കോട്ടിൽ ഹൈദർ, മൊയിൻകുട്ടി വൈദ്യർ, KC മാമൻ മാപ്പിള. അതിൽ ആരാണ് വെള്ളപ്പൊക്കമാല രചിച്ചത്? നമുക്കറിയാം, അത് ഓപ്ഷൻ ബി ആണ്. പുലിക്കോട്ടിൽ ഹൈദറാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ബഷീർ മാല ആരാണ് രചിച്ചത്? ബഷീർ മാല ആരുടേതാണ്? ബഷീർ മാല അത് MN കാരശ്ശേരിയുടേതാണ്. ബഷീർ മാല MN കാരശ്ശേരിയുടേതാണ്. മൊയിൻകുട്ടി വൈദ്യരുടെ കുറച്ച് കൃതികൾ നമുക്ക് നോക്കാം. മൊയിൻകുട്ടി വൈദ്യരുമായി ബന്ധപ്പെട്ട കൃതികൾ: മലപ്പുറം പടപ്പാട്ട്, ബദൽ പടപ്പാട്ട്, ഉഹുദ് പടപ്പാട്ട്, തീവണ്ടി ചിന്ത്, ബദറുൽ മുനീർ, ഹുസ്ജുൽ ജമാൽ എന്നുള്ളതാണ് മൊയിൻകുട്ടി വൈദ്യരുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കൃതികൾ എന്ന് പറയുന്നത്. ശരി, നമ്മൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. വാക്കെന്റെ അമ്മയും അച്ഛനുമാകുന്നു, വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു. ആരുടെ വരികൾ? വാക്കെന്റെ അമ്മയും അച്ഛനുമാകുന്നു, വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു അല്ലെ? ആരുടെ വരികൾ? M ഗോവിന്ദൻ, കുഞ്ഞുണ്ണി, കുരീപ്പുഴ ശ്രീകുമാർ, V മധുസൂദനൻ നായർ അല്ലെ? ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ശരിയായിട്ടുള്ള ഉത്തരം ഡി ആണ്. ശരി, അടുത്ത ചോദ്യം. കലപ്പയുടെയും ഉലക്കയുടെയും അകത്തുകൂടൊക്കെ കവിത കടന്നു പോകുന്നത് കണ്ടാൽ പലർക്കും അത്ഭുതം തോന്നും. രുക്മാംഗത ചരിതം മഹാകാവ്യത്തെ ഇങ്ങനെ വിമർശിച്ചത് ആരാണ്? കേരളവർമ്മ, കുമാരനാശാൻ, വള്ളത്തോൾ, CP അച്യുതമേനോൻ അല്ലെ? ഇങ്ങനെ വിമർശിച്ചത് ആരാണ്? ഇങ്ങനെ വിമർശിച്ചത് മറ്റാരുമല്ല, നമ്മുടെ കുമാരനാശാനാണ് ഇങ്ങനെ വിമർശിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം. ചങ്കൊണ്ടോ പറക്കൊണ്ടോ അവിയങ്കോര എന്നീ കവിതാ സമാഹാരങ്ങൾ ആരുടേതാണ്? ചങ്കൊണ്ടോ പറക്കൊണ്ടോ അവിയങ്കോര എന്നീ കവിതാ സമാഹാരങ്ങൾ ആരുടേതാണ്? ഓപ്ഷൻസ് നോക്കാം അല്ലെ? P ശിവലിംഗൻ, MB മനോജ്, D അനിൽകുമാർ, മനോജ് കുറൂർ അല്ലെ? ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് D അനിൽകുമാറാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. നമുക്ക് അനിൽകുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, മലയാളത്തിലെ പുതുമുഖ കവികളിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് D അനിൽകുമാർ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ കവിതകൾ നോക്കാം. ഞാൻ ഇന്ന് പാടിത്തുടങ്ങുന്നു, ചങ്കൊണ്ടോ പറക്കൊണ്ടോ അവിയങ്കോരോ എന്ന് പറയുന്ന കവിതകളൊക്കെ അദ്ദേഹത്തിൻ്റെതാണ്. കട കടപ്പുറ പാസ എന്ന മലയാളത്തിലെ ആദ്യത്തെ കടൽ ഭാഷാ നിഘണ്ടു അദ്ദേഹം രചിക്കുന്നുണ്ട്. കടപ്പുറ പാസ എന്ന് പറയുന്ന മലയാളത്തിലെ ആദ്യത്തെ കടൽ ഭാഷാ നിഘണ്ടു അദ്ദേഹം D അനിൽകുമാർ രചിക്കുന്നുണ്ട്. ശരി, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഏഴാമത്തെ
ചോദ്യം അല്ലെ? എന്താണ്? ആനന്ദത്തിൽ ആരംഭിച്ച് പരമാനന്ദത്തിൽ പര്യവസാനിക്കുന്ന ശൈലീ മര്യാദയിൽ രചിച്ച പ്രബോധക കാവ്യം എന്ന് കണ്ണശ രാമായണത്തെ വിശേഷിപ്പിച്ചത് ആര്? ആനന്ദത്തിൽ ആരംഭിച്ച് പരമാനന്ദത്തിൽ പര്യവസാനിക്കുന്ന ശൈലീ മര്യാദയിൽ രചിച്ച പ്രബോധകാവ്യം എന്ന് കണ്ണശ രാമായണത്തെ വിശേഷിപ്പിച്ചത് ആര്? ഉള്ളൂർ എൻ കൃഷ്ണപിള്ള, പുതുശ്ശേരി രാമചന്ദ്രൻ, കെ എൻ എഴുത്തച്ഛൻ അല്ലെ? ഇതാരാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്? അത് മറ്റാരുമല്ല, പുതുശ്ശേരി രാമചന്ദ്രനാണ്. ഓപ്ഷൻ സി, പുതുശ്ശേരി രാമചന്ദ്രനാണ് അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എട്ടാമത്തെ ചോദ്യം. മലനാടതിൽ ഏറ്റവും മനോജ്ഞം മലർമാതിന്നൊരു കേളി നൃത്തരംഗം മലയാദ്രിയിൽ നിன்று മല്ലി മലരിൽ ചെന്നുഴലിന്റെ മാരുതാഠ്യം എന്തിനെ കുറിച്ചുള്ള വർണ്ണനയാണിത്? എന്തിനെ കുറിച്ചുള്ള വർണ്ണനയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അത് കേരള വർണ്ണനയാണോ, മഹോദയപുരം വർണ്ണനയാണോ, പെരുമ്പടപ്പ് സ്വരൂപ വർണ്ണനയാണോ, മറ്റം പ്രദേശ വർണ്ണനയാണോ എന്നുള്ളതാണ് അല്ലെ? നമുക്കറിയാം അത് ഉണ്ണിയാടിയ ചരിതത്തിലെ കേരള വർണ്ണനയാണ് അല്ലെ? ഉണ്ണിയാടിയ ചരിതത്തിലെ കേരള വർണ്ണനയാണ്. അത് ഓർത്തു വെക്കുക. ഉണ്ണിയാടിയ ചരിതത്തിലെ കേരള വർണ്ണനയാണ്. ശരി, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം. ഒൻപതാമത്തെ ചോദ്യം. ഞാൻ മദിരാശിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഈ സംസ്ഥാനത്തിലെ സാമാന്യ പഠിപ്പിന്റെ ഇപ്പോഴത്തെ മേലധ്യക്ഷനായ ഡോക്ടർ ഡങ്കൻ സാഹിബിന്റെ ഉപദേശപ്രകാരം ബിലാത്തിക്ക് പോയി. ഇങ്ങനെ ആരംഭിക്കുന്ന കഥ ഏതാണ്? അല്ലെ? ഇങ്ങനെ ആരംഭിക്കുന്ന കഥ ഏതാണ്? മദിരാശി പിത്തലാട്ടം, ദ്വാരക, പൊട്ടഭാഗ്യം, മേനോക്കിയെ കൊന്നതാര്? അല്ലെ? ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? അത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. ദ്വാരക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ദ്വാരക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, പത്താമത്തെ ചോദ്യം. വിമോചന സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ചെറുകാട് എഴുതിയ നോവൽ മുത്തശ്ശി, സംക്രാന്തി, പ്രമാണി, മണ്ണിന്റെ മാറിൽ അല്ലെ? അതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? വിമോചന സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ചെറുകാട് എഴുതിയ നോവൽ അല്ലെ? ചെറുകാട് എഴുതിയ നോവൽ ഏതായിരുന്നു? അത് അത് പ്രമാണിയാണ്. ഓപ്ഷൻ സി, പ്രമാണിയാണ് അല്ലെ? പ്രമാണിയാണ്. ഓപ്ഷൻ സി അല്ലെ? അദ്ദേഹത്തെ ആസാദ് എന്ന തൂലികാ നാമത്തിലാണ് ചെറുകാട് അല്ലെ അറിയപ്പെടുന്നത്. നോക്കാം അടുത്ത ചോദ്യം നമ്മുടെ പരീക്ഷകളിൽ സ്ഥിരമായി ചോദിച്ചു കാണാറുണ്ട്. പട്ടാള ജീവിതം പ്രമേയമാക്കിയ നോവലുകളുടെ ഗണം കണ്ടെത്തണം അല്ലെ? ഇതിനകത്ത് ഏതൊക്കെയാണ്? അപ്പൊ 3 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ? അപ്പോൾ അതിൽ ഒരെണ്ണം പട്ടാള നോവൽ പ്രമേയമല്ലാത്ത ഒരു നോവൽ ഉണ്ട്. നോക്കാം, ഓപ്ഷൻസ് നോക്കാം. A-B, മരണം ദുർബലം, നിണമണിഞ്ഞ കാൽപ്പാടുകൾ, നോ ലോട്ടസ്. അതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പോൾ അത് ആ നിലയിൽ ഓപ്ഷൻസ് നോക്കാം. A-B-C, 2 C-D-P, 3 B-D-C, 4 A-C-D അല്ലെ? അതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? മരണം ദുർബലം അല്ലെ? അതുമായി ബന്ധപ്പെട്ടതല്ല, പട്ടാള ജീവിതവുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ ഏതാണ്? എയും സിയും ഡിയും അല്ലെ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 4 ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. 4 ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, അത് 4 എന്നുള്ളത് ഓർക്കുക. A-B ആരുടേതാണ്? A-B കോവിലന്റേതാണ്. കോവിലൻ. ഞാൻ എഴുതി ഇതിനകത്ത് മൗസ് കൊണ്ട് എഴുതിയപ്പോൾ ആയിപ്പോ, അതുകൊണ്ട് എഴുതിയ സമയം കളയുന്നില്ല. A-B രചിച്ചത് കോവിലനാണ്. മരണം ദുർബലം കെ സുരേന്ദ്രന്റേതാണ് മരണം ദുർബലം എന്നുള്ളത്. നിണമണിഞ്ഞ കാൽപ്പാടുകൾ ആരുടേതാണ്? പാറപ്പുറത്തിന്റേതാണ് അല്ലെ? പാറപ്പുറത്തിന്റേതാണ്. സ്നോ ലോട്ടസോ? സോണിയ ചെറിയാന്റേതാണ്. ശരി, അടുത്ത ചോദ്യം. ബിഹൈൻഡ് ദ മിസ്റ്റ് എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാണ്? M.A. റഹ്മാൻ, ബാബു കാമ്രത്ത്, ഗീതു മോഹൻദാസ്, ബിന്ദു സാജൻ അല്ലെ? അതിന്റെ ഉത്തരം ഏതാണ്? അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണോ? അല്ല, ബി ആണ് അല്ലെ? ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ബാബു കാമ്രത്ത് ആണ് അല്ലെ? ബിഹൈൻഡ് ദ മിസ്റ്റ് എന്ന് പറയുന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തിട്ടുള്ളത് ബാബു കാമ്രത്ത് ആണ്. ബാബു കാമ്രത്ത്. ആറ്റൂർ രവിവർമ്മയെ കുറിച്ച് മറുവിളി എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാണെന്ന് അറിയും? ആറ്റൂർ രവിവർമ്മയെ കുറിച്ചിട്ട് മറുവിളി എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് അൻവർ അലിയാണ്. ആറ്റൂരിനെ കുറിച്ച് എന്താണ് മറുവിളി എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് അൻവർ അലിയാണ്. അങ്ങനെയെങ്കിൽ വൃത്തിയുടെ ജാതി അതാരാണ് സംവിധാനം ചെയ്തത്? വിധു വിൻസെന്റ് ആണ്. ഗീതു മോഹൻദാസ് കേൾക്കുന്നുണ്ടോ ആര് സംവിധാനം ചെയ്തു? ഗീതു മോഹൻദാസ് അല്ലെ? അത്തരത്തിലുള്ള ഡോക്യുമെന്ററികളുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ നോക്കി.
അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. മനസ്സിൽ ഒരു ചിത്രം രൂപപ്പെടുത്തുക. ദൃശ്യങ്ങളും ശബ്ദങ്ങളും എല്ലാം ചേർന്ന ചിത്രം മനസ്സിന്റെ തിരശ്ശീലയിൽ ഓടിച്ചെടുക്കാൻ കഴിയണം. എഴുതാനിരിക്കുമ്പോൾ രചന പഠിക്കേണ്ടത് ആചാര്യൻ ഐസൻസ്റ്റീനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരക്കഥാരചനയെക്കുറിച്ചുള്ള ഈ അഭിപ്രായം ആരുടേത്? അല്ലെ, ഈ ഒരു അഭിപ്രായം ആരുടേത് എന്നുള്ളതാണ്. പി പത്മരാജൻ, എസ് എൽ പുരം സദാനന്ദൻ, അടൂർ ഗോപാലകൃഷ്ണൻ, എം ടി വാസുദേവൻ നായർ. അല്ലെ, എം ഡിയുമായി ബന്ധപ്പെട്ട ചോദ്യ സാധ്യതകൾ നമുക്ക് പരീക്ഷയിൽ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അല്ലെ, ദൃശ്യകലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ നിലയിലൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ആരുടെ അഭിപ്രായമായിരുന്നു? എം ഡി വാസുദേവൻ നായരുടെ അഭിപ്രായമായിരുന്നു. എം ഡി വാസുദേവൻ നായരുടെ അഭിപ്രായമായിരുന്നു. നമ്മുടെ ഉത്തരം ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത 14ാമത്തെ ചോദ്യത്തിലേക്ക് എടുക്കുന്നു. ഇട്ടിക്കണ്ടപ്പൻ ഏത് അനുഷ്ഠാന കലാരൂപത്തിന്റെ കഥാപാത്രമാണ്? അല്ലെ, ഇട്ടിക്കണ്ടപ്പൻ എന്ന് പറയുന്നത് ഏത് അനുഷ്ഠാന കലാരൂപത്തിലെ കഥാപാത്രമാണ്? ഏത് അനുഷ്ഠാന രൂപത്തിലെ കഥാപാത്രമാണ്? മുടിയേറ്റ്, പടയണി, ചത്തിരാങ്കം, തെയ്യം. അല്ലെ, ഇതില് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ചാത്തിരാങ്കമാണ്. ചാത്തിരാങ്കമാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ശരി. അടുത്ത 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 7 രാജാക്കന്മാരെ തോൽപ്പിച്ച് അധിരാജ പദവി, അല്ലെ, അധിരാജ എന്ന പദവി നേടിയ ആദ്യ ചേര രാജാവ് ആരായിരുന്നു? നമ്മുടെ ഏതാണ്? കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അല്ലെ, 7 രാജാക്കന്മാരെ തോൽപ്പിച്ച് അധിരാജ പദവി നേടിയിട്ടുള്ള ആദ്യ ചേര രാജാവ് ആരായിരുന്നു? ആദ്യ ചേര രാജാവ് ആരായിരുന്നു? നെടും ചേരനാഥൻ, കരുനന്തടക്കൻ, വേൽക്കിഴകുട്ടുവൻ, ഉദിയൻ ചേരനാഥൻ. അല്ലെ, നമുക്കറിയാം അത് ഏത് രാജാവായിരുന്നു? അത് നെടും ചേരനാഥനാണ്. നെടും ചേരനാഥനായിരുന്നു. അല്ലെ, അതായത് 7 രാജാക്കന്മാരെ തോൽപ്പിച്ചുകൊണ്ട് അതിരാജപദവി നേടിയത് നെടും ചേരനാഥനായിരുന്നു. അങ്ങനെയെങ്കിൽ ശ്രീവല്ലഭൻ, അല്ലെ, ശ്രീവല്ലഭൻ, പാർത്ഥിവശേഖരൻ എന്നീ പേരുകൾ അറിയപ്പെട്ടിരുന്ന രാജാവ് ആരായിരുന്നു? ശ്രീവല്ലഭൻ, പാർത്ഥിവശേഖരൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന രാജാവ് ആരായിരുന്നു? കരുനന്തടക്കനായിരുന്നു. കരുനന്തടക്കനായിരുന്നു. അങ്ങനെയെങ്കിൽ ചെങ്കുട്ടുവൻ എന്ന പേരിൽ പ്രശസ്തനായ ആദിചേര രാജാവ് ആരായിരുന്നു? വേൽക്കിഴ് കുട്ടുവനാണ്. ചെങ്കുട്ടുവൻ എന്നുകൂടി അദ്ദേഹത്തിന് അറിയപ്പെടുന്നുണ്ട്. വാനവരമ്പൻ, വാനവരമ്പൻ എന്ന പദവി സ്വീകരിച്ചിട്ടുള്ള ചേര രാജാവ് ആരായിരുന്നു? ഉദിയൻ ചേരലാതൻ. ഉദിയൻ ചേരലാതൻ. വാനവരമ്പൻ, അല്ലെ, വാനോളമുള്ള ഈ പറയുന്ന രാജ്യത്തിന് ഉടമയായിട്ടുള്ള, അല്ലെ, അത്രയും വികസിച്ച് കിടക്കുന്ന രാജ്യത്തിന് ഉടമസ്ഥനായതുകൊണ്ടൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിന് ആ ഒരു പേര് വന്നത് എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അല്ലെ, നിങ്ങൾ പഠിച്ചു കാണും. ഓക്കെ, നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അല്ലെ, ശരി. അപ്പോൾ 16ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. സ്ഥാപന വർഷം അനുസരിച്ച് സാമൂഹിക സംഘടനകളുടെ ശരിയായ ക്രമം. സ്ഥാപന വർഷം അനുസരിച്ച് സാമൂഹിക സംഘടനകളുടെ ശരിയായ ക്രമം. യോഗക്ഷേമ സഭ, SNDP, സാധുജന പരിപാലന സംഘം, ബാലസമുദായ പരിഷ്കരണ സഭ, നായർ സർവീസ് സൊസൈറ്റി. അപ്പോൾ ഇതിൽ നിന്ന് ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്തണം. അല്ലെ, ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താം. അല്ലെ, അതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, എ ആണ്. അതായത് ആദ്യം വരുന്നത് ഏതാണ്? SNDP ആണ്. അല്ലെ, SNDP ആണ് ആദ്യം വരുന്നത്. SNDP ആദ്യം വരുന്നു. രണ്ടാമത് സാധുജന പരിപാലന സംഘം, അല്ലെ, സാധുജന പരിപാലന സംഘം വരുന്നു. മൂന്നാമത് യോഗക്ഷേമ സഭ, യോഗക്ഷേമ സഭ. നാലാമത് ഏതാണ് വരുന്നത്? നാലാമത് വരുന്നത് ബാലസമുദായ പരിഷ്കരണ സഭ. ഓക്കെ, അടുത്തത് അഞ്ചാമത് വരുന്നത് നായർ സർവീസ് സൊസൈറ്റി. നായർ സർവീസ് സൊസൈറ്റി എന്നുള്ളതാണ് അഞ്ചാമത് വരുന്നത്. അഞ്ചാമത്. ഓക്കെ, അപ്പോൾ ആ നിലയിലാണ് അതിന്റെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ ആയിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. തെക്കൻ പാട്ടുകളിൽ ഉൾപ്പെടുന്ന കൃതികൾ. തെക്കൻ പാട്ടുകളിൽ ഉൾപ്പെടുന്ന കൃതികൾ നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തണം. അഞ്ചു തമ്പുരാൻ പാട്ട്, കന്നഡിയൻ പോര്, ഐവർ കളിപ്പാട്ട്, ഇരവിക്കുട്ടിപ്പിള്ള പോര്, കപ്പപ്പാട്ട്. അപ്പോൾ ഇതിൽ നിന്ന് ശരിയായിട്ടുള്ള ഉത്തരം നമ്മൾ താഴെ ഓപ്ഷൻസ് നോക്കി കണ്ടുപിടിക്കണം. ABCD, CDE, ABD. അല്ലെ, അപ്പോൾ അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? എയും ബിയും ഡിയും ആണ്. അല്ലെ, എ ഉണ്ട്, ബി ഉണ്ട്,
പിന്നെ ഏതാണ്? ഡി ആണുള്ളത് അല്ലേ? ഡി ആണുള്ളത്. അപ്പോൾ അഞ്ചുതമ്പുരാൻ പാട്ടും കന്നഡിയൻ പോരും ഇരവിക്കുട്ടികൾ പോരും ഒക്കെയാണ് വടക്കൻ പാട്ടുകളിൽ ഉൾപ്പെടുന്ന കൃതികൾ എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, 18ാമത്തെ ചോദ്യം. കുപ്പിച്ചില്ലുകളും റോസാദലങ്ങളും എന്ന ഓർമ്മക്കുറിപ്പ് ആരുടേതാണ്? കുപ്പിച്ചില്ലുകളും റോസാദലങ്ങളും എന്ന ഓർമ്മക്കുറിപ്പ് ആരുടേതാണ്? പി ഭാസ്കരൻ, ആറ്റൂർ രവിവർമ്മ, ONV, വയലാർ രാമവർമ്മ. നമ്മുടെ ഉത്തരം ഏതാണ്? കുപ്പിച്ചില്ലുകളും റോസാദലങ്ങളും എന്ന ഓർമ്മക്കുറിപ്പ് ആരുടേതാണ്? വയലാർ രാമവർമ്മയുടേതാണ്. വയലാർ രാമവർമ്മയുടേതാണ്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. ലഘുപൂർവം കുരുപരം എന്ന രീതിയിൽ ഒരു വരിയിൽ 16 അക്ഷരങ്ങൾ വരുന്ന വൃത്തം ഏത്? അല്ലെ, ഒരു വരിയില് 16 അക്ഷരങ്ങൾ വരുന്ന വൃത്തം ഏത്? അല്ലെ, ഏത് വൃത്തമാണ്? അന്നനടയാണോ, പ്രഹർഷിണിയാണോ, പഞ്ചചാമരമാണോ, സ്രഗ്ഗിണിയാണോ എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതായിരുന്നു? പഞ്ചചാമരമാണ്. ഓപ്ഷൻ സി, പഞ്ചചാമരമാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ശരി, അടുത്ത ചോദ്യം, 20ാമത്തെ ചോദ്യം. ചേരുംപടി ചേർക്കുക അല്ലെ, ചേരുംപടി ചേർക്കുക. പട്ടിക 1ഉം 2ഉമായി ബന്ധപ്പെട്ട ചേരുംപടി നമ്മൾ ചേർക്കണം അല്ലെ. നമ്മൾ അതിന്റെ ഉത്തരത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ഉത്തരത്തിലേക്ക് പോകാം. കേരള പാണിനി ആരുടേതാണ്? കേരളപാണിനിയുമായി ബന്ധപ്പെട്ടതിനകത്ത് വരുന്ന ഏതാണ്? സംവൃതോകാരം. കേരളപാണിനിയുമായി ബന്ധപ്പെട്ടത് സംവൃതോകാരം. അടുത്തത് നോക്കാം. കാഡ്വൽ കാഡ്വലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് പ്രതിജ്ഞാപക സ്വരം അല്ലെ. പ്രതിജ്ഞാപക സ്വരം എന്നുള്ളതാണ് കാഡ്വൽ പ്രതിജ്ഞാപക സ്വരം അല്ലെ. അടുത്തത് ഗുണ്ടർട്ടാണ് അല്ലെ. ഗുണ്ടർട്ട് അതേതാണ്? അരയുകാരം. അതായത് C4 എന്നുള്ളതാണ്. A2, B3, C4. ജോർജ് മാത്തൻ അർത്ഥാൽ. ഓക്കെ, അപ്പോൾ D1 എന്നുള്ളതാണ്. ഇത് ഇതിനകത്ത് വരുന്നതല്ല. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ നമുക്ക് ചുട്ടെഴുത്തുകൾക്ക് നിർദ്ദേശക സർവനാമങ്ങൾ എന്ന പേര് നൽകിയിട്ടുള്ളത് ആരാണ്? ചുട്ടെഴുത്തുകൾക്ക് നിർദ്ദേശക സർവനാമങ്ങൾ എന്ന പേര് നൽകിയത് ശേഷഗിരി പ്രഭുവാണ്. ചുട്ടെഴുത്തുകൾക്ക് നിർദ്ദേശക സർവനാമങ്ങൾ എന്ന പേര് നൽകിയിട്ടുള്ളത് ആരാണ്? ശേഷഗിരി പ്രഭുവാണ്. അങ്ങനെയെങ്കിൽ മലയാളത്തിലെ പദങ്ങളെ നാമം, വചനം, അവ്യയം എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചതാരാണ്? ജോർജ് മാത്തനാണ് അല്ലെ. മലയാളത്തിലെ പദങ്ങളെ നാമം, വചനം, അവ്യയം എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചതാരാണ്? ജോർജ് മാത്തൻ. ശരി, അടുത്ത ചോദ്യം. ദക്ഷിണഹസ്തത്തിലേലും വിശറിപ്പൊൻ പക്ഷമിളക്കിയിട്ടൊത്ത് വീശി ഉറ്റമരത്തണലെത്തുന്നു ഭിക്ഷുവോരൊറ്റച്ചിറകയിലും ദേവത പോൽ. ഇതിലെ അലങ്കാരം ഏത് എന്നുള്ളതാണ് അല്ലെ. ഉപമയാണോ, ഉൽപ്രേക്ഷയാണോ, സസന്ദേഹമാണോ, സഹോക്തിയാണോ അല്ലെ. അതിന്റെ ഏത് അലങ്കാരമാണ്? ഇതിന്റെ അലങ്കാരം ഏതാണ്? ഇതിന്റെ അലങ്കാരം എന്ന് പറയുന്നത് ഉൽപ്രേക്ഷയാണ് അല്ലെ. ഉൽപ്രേക്ഷയാണ് ഇതിന്റെ അലങ്കാരം എന്ന് പറയുന്നത്. വിശദീകരിക്കാൻ നമുക്ക് തൽക്കാലം സമയമില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നോക്കാം. ഓമനത്തിങ്കൾ കിടാവോ അല്ലെ. ഓമനത്തിങ്കൾ കിടാവോ നല്ല അല്ലെ. കോമള താമരപ്പൂവോ, പൂവിൽ നിറഞ്ഞ മധുവോ, പരിപൂർണേന്ദു തന്റെ നിലാവോ. ഇതിൽ അലങ്കാരം ഏതാണ്? ഉപമ, ഉൽപ്രേക്ഷ, സസന്ദേഹം, സഹോക്തി അല്ലെ. ഏതാണ്? ഓപ്ഷൻ സി ആണ്. സസന്ദേഹമാണ് ഇതിന്റെ അലങ്കാരം അല്ലെ. അതിന്റെ അലങ്കാരം എന്ന് പറയുന്നത്, അതായത് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം, താരസ്കരത്തിൽ കുരു പാലിലിട്ടാൽ കാലാന്തരെ കൈപ്പൂ ശമിപ്പതുണ്ടോ. അർത്ഥാന്തരന്യാസമാണ് അല്ലെ. അർത്ഥാന്തരന്യാസമാണ് അതിനകത്ത് വരുന്നത്. ശരി, അത് പരീക്ഷകളിലൊക്കെ ചോദിച്ച് കാണാറുണ്ട്. അടുത്ത ഒരു ചോദ്യം, ചേരുംപടി ചേർക്കുക എന്നുള്ള മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 23ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. പട്ടിക 1ഉം 2ഉമായി ബന്ധപ്പെട്ട് നമ്മൾ ചേരുംപടി ചേർക്കണം അല്ലെ. കവി വ്യാപാരോഹി വിഭാവാദി സംയോജനാത്മാരസാഭി വ്യക്തി വ്യഭിചാരി കാവ്യമുച്യതേ അല്ലെ. കാവ്യമുച്യതേ എന്നുള്ളതാണ്. ബി നോക്കാം. രമണീയാർത്ഥ പ്രതിപാദ ശബ്ദകാവ്യം. സി നോക്കാം. ഗുണാലങ്കാര സഹിതോ ശബ്ദാർത്ഥോ ദോഷവർജിതോ. അടുത്തത് കാവ്യസ്യ ശബ്ദാർത്ഥോ ശരീരം രസാദിച്ഛ ഗുണ ശൗര്യവതി
എന്നുള്ളതാണ്. അടുത്തത് പട്ടിക 2 അതുമായി റിലേറ്റ് ചെയ്യുന്ന നോക്കാം അല്ലെ. ജഗന്നാഥ പണ്ഡിതൻ, വിദ്യാനാഥൻ, വിശ്വനാഥൻ, മഹിമ ഭട്ടൻ. അപ്പോൾ നമ്മുടെ ഉത്തരം നോക്കാം. ഓപ്ഷൻസ് A4, B1, C2, D3 അങ്ങനെ അതിന്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ്. അതായത് ഈ വരിയുമായി ബന്ധപ്പെട്ടതായിരുന്നു മഹിമ ഭട്ടന്റേതാണ്. മഹിമ ഭട്ടന്റേതാണ്. ബി 1 അല്ലെ, ജഗന്നാഥ പണ്ഡിതന്റെ ഈ വരികളാണ്. അടുത്തത് C2 അല്ലെ, C2 വിദ്യാനാഥന്റെ വരികൾ ഇതാണ്. അടുത്തത് വിശ്വനാഥന്റേത് ഏതായിരുന്നു? വിശ്വനാഥന്റേത് ഡി അല്ലെ, ഡി, അതായത് ഈ പറയുന്ന അവസാനത്തത്. ആ നിലയിലാണ് അതിന്റെ ഉത്തരം വരുന്നത്. നമുക്കറിയാം വിഭാവാദി സംയോജന സ്വരൂപവും രസാഭിവിജ്ഞവുമായ തെറ്റാത്ത കവി വ്യാപാരമാണ് കാവ്യമെന്ന് മഹിമ ഭട്ടൻ വ്യക്തിവിവേകത്തിൽ നിർവചിക്കുന്നുണ്ട്. വിഭാവാദി സംയോജക സ്വരൂപവും രസാഭിവിജ്ഞകമായ തെറ്റാത്ത കവി വ്യാപാരമാണ് കാവ്യമെന്ന് മഹിമ ഭട്ടൻ വ്യക്തിവിവേകത്തിൽ നിർവചിച്ചു കാണുന്നുണ്ട്. ജഗന്നാഥ പണ്ഡിതന്റെ രസഗംഗാധരത്തിലെ കാവ്യലക്ഷണം പ്രഖ്യാതമാണ്. രമണീയാർത്ഥ പ്രതിപാദക ശബ്ദകാവ്യം രമണീയമായ അർത്ഥത്തിന് തന്നെയാണ് ഈ ലക്ഷണത്തിൽ പ്രാധാന്യമെന്ന് കാണുവാൻ കഴിയുന്നു. ലോകോത്തര ആഹ്ലാദജനകമായ ജ്ഞാനത്തിന്റെ ഗോചരതയാണ് രമണീയതയെന്നും പണ്ഡിതരാജൻ വിശദീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പ്രതാപരുദ്രീയം എന്ന തന്റെ ഗ്രന്ഥത്തിലാണ് വിശ്വനാഥൻ ഈ ഒരു കാര്യം, ഈ തന്റെ കാവ്യ നിർവചനം അവതരിപ്പിക്കുന്നത് എന്നുകൂടി ഓർക്കുക. ശരി, 24-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. കവിത വിശകലനത്തെ പോയസിസ്, പോയമ, പോയറ്റിക്ക എന്ന് വിഭജിച്ചതാരെ? കവിതാ വിശകലനത്തെ പോയസിസ്, പോയമ, പോയറ്റിക്ക എന്ന് വിഭജിച്ചത് ആരാണ്? T.S. എലിയറ്റ്, ലോങ്കിനസ്, ഹോറസ്, ദാന്തെ അല്ലെ. അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ്. അങ്ങനെയെങ്കിൽ പിസോസിന് എഴുതിയ ലേഖനം അഥവാ കാവ്യകല എന്ന രചനയാണ് ഹോറസിനെ വിമർശകൻ എന്ന നിലയിൽ അനശ്വരനാക്കുന്നത്. അതായത് പിസോസിന് എഴുതിയ ലേഖനം എപ്പിസിൽ ഓഫ് പിസോസ് അഥവാ കാവ്യകല ആർട്സ് പോയറ്റിക്ക എന്ന രചനയാണ് ഹോറസിനെ വിമർശകൻ എന്ന നിലയിൽ അനശ്വരനാക്കുന്നത്. ഹോറസിന്റെ ആഴ്സ് പോയറ്റിക്ക പദ്യരൂപത്തിലും ഭാഷാന്തരണം ചെയ്തത്, അതായത് ഹോറസിന്റെ ആഴ്സ് പോയറ്റിക്ക പദ്യരൂപത്തിൽ ഭാഷാന്തരണം ചെയ്തത് ആരാണ്? ബെൻ ജോൺസൺ ആണ്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ചോദ്യം, 4 കാലുള്ളൊരു നങ്ങേലിപ്പെണ്ണിനെ കോലുനാരായണൻ കട്ടുകൊണ്ടുപോയി അല്ലെ. ഇതിലെ വൃത്തം ഏതാണ്? 4 കാലുള്ളൊരു നങ്ങേലിപ്പെണ്ണിനെ കോലുനാരായണൻ കൊണ്ടുപോയി അല്ലെ. ഇതിലെ വൃത്തം ഏതാണ്? തരംഗിണി, കേക, മഞ്ചരി, നദോന്നത അല്ലെ. ഇതിലെ വൃത്തം ഏതാണ്? ഇതിന്റെ വൃത്തം എന്ന് പറയുന്നത് ഓപ്ഷൻ സി മഞ്ചരിയാണ്. മഞ്ചരി വൃത്തത്തിലാണ് അല്ലെ. മഞ്ചരി വൃത്തത്തിലാണ്. എന്താണ് മഞ്ചരി വൃത്തം? കാകളിയുടെ ഗണവ്യവസ്ഥയെ കൃത്യമായി പാലിക്കാത്ത വകഭേദത്തിൽ 2-ാം പാദത്തിൽ നിന്ന് 2 അക്ഷരം കുറഞ്ഞു വരുന്ന വൃത്തമാണ് മഞ്ചരി. ഇതിനെ ഗാഥാവൃത്തം എന്നും അറിയപ്പെടുന്നു അല്ലെ. ഗാഥവൃത്തമെന്നും അറിയപ്പെടുന്നുണ്ട് മഞ്ചരിയെ അല്ലെ. ഇതിന്റെ ലക്ഷണം ശ്ലഥകാകളി വൃത്തത്തിൽ 2-ാം പാദത്തിൽ അന്ത്യമാം 2 അക്ഷരം കുറിച്ചീടിൽ അത് മഞ്ചരിയായിടും അല്ലെ. ഇതിന്റെ ലക്ഷണമാണ്, മഞ്ചരിയുടെ ലക്ഷണമാണ് സൂചിപ്പിച്ചത്. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. പട്ടിക 1ഉം 2ഉമായി ബന്ധപ്പെട്ട് നമ്മൾ ചേരുംപടി ചേർക്കണം. ദറിത, ഫുക്കോ, ബക്തിൻ, ഹോമി ഭാഭ അല്ലെ. ഹോമി ഭാഭ. അടുത്തത് പട്ടിക 2 നോക്കാം. ട്രേസ് വിജ്ഞാനത്തിന്റെ ആർക്കിയോളജി, ബയോളജിസം, ഹൈബ്രിഡിറ്റി അല്ലെ. ഇതുമായി റിലേറ്റ് ചെയ്യുന്നത് 2ഉമായി നമ്മൾ ചേരുംപടി ചേർക്കണം. ഓപ്ഷൻസ് നോക്കാം. A1, B2, C3, D4 അങ്ങനെ നമ്മൾ ഓപ്ഷൻസ്, സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. എന്തായാലും നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. A1 അല്ലെ, A1 തന്നെയാണ്. ദറിത, ട്രൈസ് എന്നുള്ളതാണ്. അതായത് ഇത് കൃത്യമായിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ,
ജ്ഞാനത്തിന്റെ ആർക്കിയോളജിയും ഭക്തിന്റെ ഡയലോജിസവും ഹോമി ഭാവയുടെ ഹൈബ്രിഡിറ്റിയുമാണ് ശരി. ആ നിലയിലാണ് അതിന്റെ ഉത്തരം വരുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് പോയിന്റുകൾ കൂടി നോക്കി പോകാം. തെറീദിയൻ ഡീകൺസ്ട്രക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്നാണ് പ്രൈസ് എന്ന് പറയുന്നത്. 1960കളിൽ ജാക്ക് ഡെറീഡ തന്റെ ആദ്യകാല പുസ്തകങ്ങളിൽ ഈ ആശയം ഉപയോഗിച്ച് കാണുന്നുണ്ട്. മിഷേൽ ഫൂക്കോ ഉന്മാദവും നാഗരികതയും ക്ലിനിക്കിന്റെ ജനനം, മരണവും നൂലാമാലയും വസ്തുക്കളുടെ ക്രമം, വിജ്ഞാനത്തിന്റെ പുരാവസ്വിജ്ഞാനീയം, അച്ചടക്കവും ശിക്ഷയും, ലൈംഗികതയുടെ ചരിത്രം തുടങ്ങിയിട്ടുള്ളവ അതിന്റെ ഭാഗമായി വരുന്നുണ്ട്. റഷ്യൻ ചിന്തകനും സൈദ്ധാന്തികനുമായിട്ടുള്ള മിഖായേൽ ബക്കിൻ ബഹുസ്വരത അഥവാ പോളിഫണി എന്ന് പറയുന്ന ആശയം അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം മഹാനായ റഷ്യൻ സാഹിത്യകാരൻ ദസ്തയോസ്കിയുടെ കൃതികളെ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തന്റെ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത് എന്ന് കൂടി ഓർക്കുക. ഈ ഒരു ഭാഗം കൃത്യമായിട്ട് നോക്കണം. നമ്മളല്ലാതെ നോക്കാതെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആകെ തല കറങ്ങാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കുഞ്ചൻ നമ്പ്യാരുടെ സഭാപ്രവേശം എന്നതുപോലെ പദ്യരചനയിൽ വിപക്വത പ്രാപിച്ച കാലത്താണ് കക്കയം ശ്രീ യേശു വിജയം എന്ന കൃതി രചിച്ചത് എന്ന് അഭിപ്രായപ്പെട്ട നിരൂപകൻ ആരാണ്? സഞ്ജയൻ, എസ് ഗുപ്തൻ നായർ, സി അന്തപ്പായി, സി പി അച്യുതമേനോൻ. അല്ലെ? അപ്പോൾ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് സി അന്തപ്പായി ആണ്. അല്ലെ? സി അന്തപ്പായി ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കേണ്ടത് ശ്രീ യേശു വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ ആധുനിക ക്രൈസ്തവ പദ്യകാരന്മാരിൽ സ്വതസിദ്ധമായിട്ടുള്ള വാസന കൊണ്ടും പ്രശംസനീയമായ കവന ചാതുര്യം ഉൽപ്പത്തിദാർഢ്യം കൊണ്ടും അനുഗ്രഹീതനായ കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിളയുടെ കൃതികളിൽ ശ്രീ യേശു വിജയം അല്ലെ പ്രഥമ സ്ഥാനം വഹിക്കുന്നുണ്ട് എന്ന് അല്ലെ സി അന്തപ്പായി നിരീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. മലയാളത്തിലെ ആദ്യത്തെ സമഗ്ര നാടക വിമർശനം എന്ന് ഡോക്ടർ സുകുമാർ അഴീക്കോട് വിശേഷിപ്പിക്കുന്ന വിമർശനം ഏത്? മലയാളത്തിലെ ആദ്യത്തെ സമഗ്ര നാടക വിമർശനം എന്ന് ഡോക്ടർ സുകുമാർ അഴീക്കോട് വിശേഷിപ്പിക്കുന്ന വിമർശനം ഏത് എന്നുള്ളതാണ്. അല്ലെ? വിമർശനം ഏത്? സ്വദേശാഭിമാനിയുടെ കാലാകലേശ വിമർശനം, സി അന്തപ്പായുടെ ദേവി വിലാസ നിരൂപണം, സി അന്തപ്പായുടെ സുഭദ്രാർജുനീയ നിരൂപണം, സ്വദേശാഭിമാനിയുടെ ദേവി വിലാസ നിരൂപണം. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സി അന്തപ്പായുടെ ദേവി വിലാസ നിരൂപണമാണ്. അല്ലെ? സി അന്തപ്പായുടെ ദേവി വിലാസ നിരൂപണമാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. മലയാള വിമർശനത്തെ സ്വന്തം നിലയിൽ പരിപോഷിപ്പിച്ച വിമർശകനാണ് സി അന്തപ്പായി എന്ന് ഡോക്ടർ സുകുമാർ അഴീക്കോട് രേഖപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ ധീരനായ ഒരു ഗുണദേശ വിവേകജ്ഞാനിയായിരുന്നു സി അന്തപ്പായി എന്ന് മൂർക്കോത്ത് കുമാരൻ അഭിപ്രായപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യം. മറ്റൊരു മാസ്റ്റർ ബിൽഡർ എന്ന നിരൂപണ കൃതി എഴുതിയതാര്? അതായത് മറ്റൊരു മാസ്റ്റർ ബിൽഡർ എന്ന നിരൂപണ കൃതി എഴുതിയതാര്? എൻ കൃഷ്ണപിള്ള, സി പി അച്യുതമേനോൻ, സുകുമാർ അഴീക്കോട്, ആശാമേനോൻ. അല്ലെ? ഇതില് ആരാണ് മറ്റൊരു മാസ്റ്റർ ബിൽഡർ എന്ന് പറയുന്ന നിരൂപണ കൃതി എഴുതിയത്? എൻ കൃഷ്ണപിള്ളയാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് മറ്റൊരു മാസ്റ്റർ ബിൽഡർ എന്ന പേരിൽ ടിയുടെ പെരുന്തച്ചൻ എന്ന കവിതയ്ക്ക് നിരൂപണം എഴുതിയിട്ടുള്ളത് എൻ കൃഷ്ണപിള്ളയാണ്. അടുത്ത ചോദ്യം, 30ാമത്തെ ചോദ്യം. ചേരുംപടി ചേർക്കുക. അല്ലെ? ചേരുംപടി ചേർക്കുക. മുതൽ പൊരുൾ, കരുപ്പൊരുൾ, ഉരുപ്പൊരുൾ, മെയ്പ്പാട്. പട്ടിക 2 രസചർച്ച, ദേശകാലം, രസാനുകൂല പശ്ചാത്തലം, കവിതാ പ്രകരണം. അല്ലെ? ആ നിലയിലുള്ള പട്ടിക 2 സൂചിപ്പിച്ചിട്ടുണ്ട്. 1ഉം 2ഉമായി ചേർക്കുമ്പോൾ നമുക്കറിയാം ഉത്തരം ഏതായിരിക്കും? ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് എ 2 ആണ്. അല്ലെ? അതായത് മുതൽ പൊരുൾ എന്ന് പറയുന്നത് ദേശകാലം, കരുപ്പൊരുൾ രസാനുകൂല പശ്ചാത്തലം, ഉരിപ്പൊരുൾ ഏതായിരുന്നു? കവിതാ പ്രകാരണമാണ്. അല്ലെ? രസചർച്ച മെയ്പ്പാട് എന്നുള്ളതാണ്. അല്ലെ? അപ്പോൾ ഇതാണ് ഉത്തരം. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അതായത് കാവ്യസാമഗ്രികളെ തൊൽക്കാപ്പിയർ 3 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അല്ലെ? കാവ്യസാമഗ്രികളെ
തൊൽക്കാപ്പിയർ മൂന്നായി ഇനം തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? മുതൽപ്പൊരുളും കരിപ്പൊരുളും ഉരിപ്പൊരുളുമാണവ. അല്ലെ? അവ മൂന്നുമാണ്. മുതൽപ്പൊരുളും കരിപ്പൊരുളും ഉരിപ്പൊരുളുമാണ് ഈ പറയുന്ന മൂന്ന് കാവ്യ സാമഗ്രികൾ അല്ലെ തൊൽക്കാപ്പിയർ മൂന്നായിട്ട് തിരിച്ചിട്ടുള്ളത്. മുതൽപ്പൊരുൾ എന്താണ്? മുതൽപ്പൊരുൾ ഓരോ പാട്ടിലും വ്യത്യസ്തമാകുന്ന ദേശകാലങ്ങളാണ് അല്ലെ മുതൽപ്പൊരുൾ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഓരോ പാട്ടിലും രസാനുകൂലമായി തിരഞ്ഞെടുക്കേണ്ടുന്ന പശ്ചാത്തലമാണ് കരിപ്പൊരുൾ എന്ന് പറയുന്നത്. അതായത് ഓരോ പാട്ടിലും രസാനുകൂലമായി തിരഞ്ഞെടുക്കേണ്ടുന്ന പശ്ചാത്തലമാണ് കരുപ്പൊരുൾ എന്ന് പറയുന്നത്. കരുപ്പൊരുൾ എന്ന് പറയുന്നത് നോക്കാം. ദൈവം, ഭക്ഷണം, മൃഗം, വൃക്ഷം, പക്ഷി, പറ, തൊഴിൽ, രാഗം, ആളുകൾ, നായകൻ, പുഷ്പം എന്നിങ്ങനെ 11 ഘടകങ്ങളുടെ ഒരു വിന്യാസം കൂടിയാണ്. അല്ലെ ഓരോ പാട്ടിലും രസാനുകൂലമായി തിരഞ്ഞെടുക്കേണ്ട പശ്ചാത്തലമാണ് കരിപ്പൊരുൾ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അടുത്ത് നോക്കാം. കവിതയുടെ പ്രകരണം അഥവാ ഭാവമാണ് ഉരിപ്പൊരുൾ എന്ന് പറയുന്നത്. ഉരിപ്പൊരുൾ എന്താണ്? ഉരിപ്പൊരുൾ എന്ന് പറയുന്നത് കവിതയുടെ പ്രകരണം അഥവാ ഭാവത്തെയാണ് ഉരിപ്പൊരുൾ എന്ന് പറയുന്നത്. പൊരുളധികാരത്തിലെ മെയ്പ്പാട്ടയിലാണ് രസഭാവാദികളുടെ ചർച്ച വരുന്നത് അല്ലെ പ്രസ്തുത ചർച്ചയ്ക്ക് സംസ്കൃത മീമാംസയിൽ രസഭാവ ചർച്ചയോട് ഒരു സാമ്യം കൂടിയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. മെയ്പ്പാട് എന്ന സംജ്ഞയ്ക്ക് ഭാവമെന്നും നടന്മാരുടെ ചെയ്യുവനെന്നും രസമെന്നും അർത്ഥമുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ശരി, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഗുണിഭൂത വ്യംഗ്യം എന്നാൽ എന്ത്? ഗുണിഭൂത വ്യംഗ്യം എന്നാൽ എന്ത്? വ്യംഗ്യം വാച്യത്തെക്കാൾ പ്രധാനമാവുക, വ്യംഗ്യം വാച്യത്തിന് അംഗമാവുക, അഭിധാമൂലവ്യംഗ്യം പ്രധാനമായി വരുന്നത്, ലക്ഷണാമൂലവ്യംഗ്യം പ്രധാനമായി വരുന്നത് അല്ലെ? അതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഗുണീഭൂത വ്യംഗ്യം എന്ന് പറയുന്നത് വ്യംഗ്യം വാച്യത്തിന് അംഗമാകുക എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് അല്ലെ? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. നോക്കാം അടുത്ത ചോദ്യം. മാർക്സിസത്തിന്റെ രസഗംഗാധരം എന്ന ലേഖനം ആര് എഴുതിയത്? അല്ലെ ആരെഴുതിയതാണ്? മാർക്സിസത്തിന്റെ രസഗംഗാധരം അല്ലെ എന്ന് പറയുന്ന ലേഖനം ആരാണ് എഴുതിയത്? ഓപ്ഷൻസ് നോക്കാം. എ പറയുന്നത് എംഗൽസിനെ കുറിച്ച് കേസരി എ ബാലകൃഷ്ണപിള്ള. ബി പറയുന്നത് ജോർജ് ലുക്കാച്ചിനെ കുറിച്ച് മുണ്ടശ്ശേരി രചിച്ചു. ഗ്രാംഷിയെ കുറിച്ച് പി ഗോവിന്ദപിള്ള രചിച്ചു എന്ന് സി പറയുന്നു. ഡിയോ ക്രിസ്റ്റഫർ കാഡ്വലിനെ കുറിച്ച് കെ എൻ എഴുത്തച്ഛൻ രചിച്ചു എന്ന് സൂചിപ്പിക്കുന്നു. നമ്മുടെ ഉത്തരം ഏതായിരുന്നു? മാർക്സിസത്തിന്റെ രസഗംഗാധരം എന്ന ലേഖനം ആരെഴുതിയതാണ്? അത് മറ്റാരെയും കുറിച്ചല്ല, ജോർജ് ലുക്കാച്ചിനെ കുറിച്ച് ആരെഴുതിയതാണ്? മുണ്ടശ്ശേരി എഴുതിയതാണ്. അടുത്ത ചോദ്യം. പോവുക പോകുക അല്ലെ നമ്മൾ പോകുക എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? അപ്പോൾ ഇവിടുത്തെ ഭാഷാശാസ്ത്ര തത്വം എന്താണ്? പോവുക പോകുക എന്നുള്ള ഇവിടുത്തെ ഭാഷാശാസ്ത്ര തത്വം എന്താണ്? ഉപസ്വനം, വ്യത്യയം, ഉപരൂപം, സ്വതന്ത്ര പരിവർത്തനം അല്ലെ? പോകുക എന്നുള്ളത് എന്താണ്? നമുക്കറിയാം, അത് സ്വതന്ത്ര പരിവർത്തനമാണ് അല്ലെ? സ്വതന്ത്ര പരിവർത്തനമാണ്. നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത് 34ാമത്തെ ചോദ്യം. ആരും സ്ത്രീയായി ജനിക്കുന്നില്ല, സ്ത്രീയായി മാറുകയാണ്. ഇങ്ങനെ സ്ത്രീവാദ ചിന്താ പദ്ധതികൾക്ക് ബലം പകർന്നത് ആരാണ്? ആരും സ്ത്രീയായി ജനിക്കുന്നില്ല, സ്ത്രീയായി മാറുകയാണ്. ഇങ്ങനെ ചിന്താ പദ്ധതികൾക്ക് അല്ലെ ബലം പകർന്നത് വെർജീനിയ വൂൾഫ്, സിമോങ് ദി ബുവ, ഷോവാൾട്ടർ, ബെറ്റി ഫ്രൈഡാൻ. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഷോവാൾട്ടർ ആണ് അല്ലെ? ഷോവാൾട്ടർ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അതായത് ഓപ്ഷൻ സി ഷോവാൾട്ടർ ആണ് അല്ലെ? ആരും സ്ത്രീയായി ജനിക്കുന്നില്ല, സ്ത്രീയായി മാറുകയാണ്. ഇങ്ങനെ സ്ത്രീവാദ ചിന്താ പദ്ധതികൾക്ക് ബലം പകർന്നത് ഷോവാൾട്ടർ ആണ്. സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ശരി, നമ്മൾ അടുത്ത നമ്മുടെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചേരുംപടി ചേർക്കുക. പട്ടിക 1ഉം 2ഉമായി ബന്ധപ്പെട്ട് നമ്മൾ ചേരുംപടി ചേർക്കണം. പട്ടിക 1ൽ വൈക്കോൽ പാവ, നിലാവെഴുതുമ്പോൾ, മുറ്റമടിക്കുമ്പോൾ, കടൽ പച്ച അല്ലെ? അതിന്റെ രചയിതാക്കളെ റൈറ്റ് സൈഡിൽ പട്ടിക 2ൽ കൊടുത്തിട്ടുണ്ട്. അനിത തമ്പി, ആശാലത, ഇന്ദിര അശോക്, ബിന്ദു കൃഷ്ണൻ, ലോപ അല്ലെ? അപ്പോൾ അതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ?
ഇത്തരത്തിൽ ചോദ്യം വരുമ്പോൾ നമുക്ക് ഉള്ളൊരു ഗുണം, നമുക്ക് ഇതിലേതെങ്കിലും ഒരു ഉത്തരം അറിയാമെങ്കിൽ, കാരണം ഇതിന്റെ ഓപ്ഷൻസ് നോക്കിയേ, എ ഇ, എ ബി, എ സി, എ ഡി എന്നുള്ളത് അല്ലെ. തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് വരുന്നൊരു ക്രമം ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഉത്തരം നമുക്കറിയാമെങ്കിൽ വേഗം നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ വൈക്കോൽ പാവ ആരുടേതാണ് വൈക്കോൽ പാവ? അതായത് വൈക്കോൽ പാവ എന്ന് പറയുന്നത് ലോബയുടേതാണ്. അടുത്തത് നിലാവെഴുതുമ്പോൾ ആരുടേതാണ്? ഇന്ദിരാ അശോകിന്റേതാണ് അല്ലെ. ഇന്ദിരാ അശോകിന്റേതാണ്. അടുത്തത് മുറ്റമടിക്കുമ്പോൾ നമുക്കറിയാം അല്ലെ. നമുക്ക് ഈ ഒറ്റ പോയിന്റ് വെച്ച് തന്നെ എല്ലാം പിടിക്കായിരുന്നു. പക്ഷെ മുറ്റമടിക്കുമ്പോൾ വെച്ച് നമുക്ക് ഇവിടെ ഇല്ല. കാരണം എന്താണ്? ഇവിടുത്തെ ഓപ്ഷൻ നോക്കിയേ, മുറ്റമടിക്കുമ്പോൾ എല്ലാത്തിന്റെ ഓപ്ഷൻ എന്താണ്? സി എ ആണ് അല്ലെ. അതുകൊണ്ട് ആ നിലയിൽ നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കില്ല. കടൽ പച്ച ആരുടേതാണ്? ആശാലതയുടേതാണ്. കടൽ പച്ച ആരുടേതാണ്? ആശാലതയുടേതാണ്. ഓക്കെ. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിനകത്തുള്ള ഇവരുമായി ബന്ധപ്പെട്ട കുറച്ച് കൃതികൾ കൂടി നോക്കാം. അനിതാ തമ്പിയുടെ കൃതികൾ നോക്കാം. മുറ്റമടിക്കുമ്പോൾ അല്ലെ, 2004 വരുന്നതാണ്. ആദ്യത്തെ സമാഹാരമാണ്. നോക്കാം. അഴകില്ലാത്തവയെല്ലാം, അടിച്ചു തളിക്കാർ, നിലാവേ നീലക്കടലിൽ, കളഞ്ഞുപോയ ഉടുപ്പ്, കേകയിൽ ഒരു തീവണ്ടി, മുരിങ്ങ വാഴ കറിവേപ്പ്, ആലപ്പുഴ വെള്ളം തുടങ്ങിയിട്ടുള്ളവയാണ് അനിതാ തമ്പിയുടെ കൃതികൾ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആശാലതയുടെ കൃതികൾ നോക്കാം. ബേക്കൽ, കടൽപ്പച്ച, രാമായണം, പരോൾ, കൈരേഖ, ഉടൽ, അവസാനത്തെ ഗോപിക, എല്ലാ ഉടുപ്പും അഴിക്കുമ്പോൾ, 18ാമത് വയസ്സ്, പ്രതിലോമകാരി, പരോൾ, സ്വാതന്ത്ര്യത്തോട് പറഞ്ഞത്, ജലപിശാച്, വിഷം, ബുദ്ധനും ഞാനും നരിയും തുടങ്ങിയിട്ടുള്ളവയാണ് പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. ഇന്ദിരാ അശോകിന്റെ കൃതികൾ കൂടി പരിചയപ്പെടാം. ഇന്ദിരാ അശോകിൻ്റെത് കനൽ കാവടി, ശംഖ്, ക്ഷേത്രം തുടങ്ങിയിട്ടുള്ളവയാണ് പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. ബിന്ദു കൃഷ്ണന്റെ കൃതികൾ കൂടി പരിചയപ്പെടാം. ബിന്ദു കൃഷ്ണൻ തൊട്ടാൽ വാടരുത്, വളരാതെ, വസന്തം, ശിശിരം, ശൈത്യം, പാസ്വേഡ്, മകളോട്, അമ്മപ്പട്ടം, പെറ്റുകിടക്കും പെണ്ണ്, അമ്മയും കുഞ്ഞും, ദൈവത്തിന്റെ സ്വന്തം, ചൊല്ലി ചൊല്ലി, സിൽവിയ നിന്റെ പാതി ഒഴിഞ്ഞ കിടക്ക തുടങ്ങിയിട്ടുള്ളവയാണ് അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. അടുത്തത് ലോബയുടെ കൃതികൾ നോക്കാം. പരസ്പരം, ഉദ്യോഗസ്ഥ, വൈക്കോൽ പാവ, വൃത്തസ്ഥിത, തൊട്ടാവാടി, രേണുക, ആത്മഹത്യയുടെ ദിവസം, നമ്മൾ ചുംബിക്കുമ്പോൾ, ഇത്രയുമാണ് ആരുടേത്? ലോബയുടെ കൃതികൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ HST ഹൈസ്കൂൾ ടീച്ചർ എന്നുള്ളതാണ് നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മലയാളത്തിന്റെ ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിലും മാ4 മലയാളം ഭാഷാ പഠന കേന്ദ്രം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക, കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. HST മലയാളം യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ് നമ്മുടെ ചാനലിനകത്ത് തന്നെ 1 മുതൽ 8 വരെയുള്ള യൂണിറ്റുകളുടെ കൃത്യമായിട്ടൊരു പ്ലേലിസ്റ്റ് തയ്യാറാക്കി HST മലയാളം എന്ന പ്ലേലിസ്റ്റിനകത്ത് മുഴുവൻ വീഡിയോകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും വീഡിയോകൾ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി മാ4 മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ നന്ദിയും വിജയാശംസകളും നേർന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.